ഞാൻ പൂർണ്ണമായും നിന്റേതാണ്. എനിക്കുള്ള സർവ്വതും നിന്റേതത്രേ. നിന്നെ ഞാൻ എൻ്റെ എല്ലാമായി സ്വീകരിക്കുന്നു. മറിയമേ, നിന്റെ ചിത്തം എനിക്ക് തരണമേ. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ. പരിശുദ്ധ മാതാവിനോടുള്ള വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ ആഴത്തിലുള്ള ഭക്തി ഏറെ പ്രശസ്തമാണ്. തൻ്റെ പഠനങ്ങളിലും പ്രാർത്ഥനാ ജീവിതത്തിലും എന്നുവേണ്ട അദ്ദേഹത്തിൻ്റെ എല്ലാ പ്രവർത്തനങ്ങളിലും അത് വളരെ സുവ്യക്തമായിരുന്നു. Habemus Papam. ഒക്ടോബർ 16 കർദിനാൾ കരൽ യൂസഫ് വോയ്റ്റിവ ആഗോള കത്തോലിക്ക സഭയിലെ 264ാമത്തെ മാർപ്പാപ്പയായി തെരഞ്ഞെടുക്കപ്പെട്ടു. Anche non so se potrei bene spiegarmi nella la nostra lingua italiana. Se mi sbaglio. അദ്ദേഹം ജോൺ പോൾ രണ്ടാമൻ എന്നത് തൻ്റെ ഔദ്യോഗിക നാമമായി സ്വീകരിച്ചു. പോളണ്ടിലെ വഡോവിറ്റ്സെ എന്ന നഗരത്തിലായിരുന്നു ജോൺ പോൾ രണ്ടാമൻ പാപ്പ ജനിച്ചത്. തൻ്റെ ജീവിതത്തിലുടനീളം ഒളിമങ്ങാതെ കാത്തുസൂക്ഷിച്ച മരിയ ഭക്തിയുടെ ഉറവിടം തേടിയാൽ നാം എത്തിച്ചേരുക അദ്ദേഹത്തിൻ്റെ മാതാപിതാക്കളിലും ചുറ്റുമുണ്ടായിരുന്ന കർമ്മലീത്തക്കാരിലുമാണ്. പിതാവ് കരൽ വോയ്റ്റിവ സീനിയറും മാതാവ് എമീലിയ വോയ്റ്റിവയും. കടുത്ത മരിയ ഭക്തനായിരുന്ന പിതാവ് കുഞ്ഞു കരളിനെ നാട്ടിലെ മരിയൻ തീർത്ഥാടന കേന്ദ്രങ്ങളിലേക്ക് തീർത്ഥയാത്ര കൊണ്ടുപോകുമായിരുന്നു. നന്നേ ചെറുപ്പത്തിലെ അമ്മയെ നഷ്ടപ്പെട്ട കരളിനെ പിതാവ് പരിശുദ്ധ മാതാവിന് സമർപ്പിക്കുകയായിരുന്നു, അമ്മയുടെ സംരക്ഷണത്തിനും കരുതലിനുമായി. അദ്ദേഹത്തിന് ബാല്യപ്രായം മുതൽ തന്നെ വലിയൊരു മരിയ ഭക്തനായിരുന്നു. ആ മരിയ ഭക്തിക്ക് പ്രത്യേക ഒരു കാരണമുള്ളതായിട്ടാണ് ചരിത്രകാരന്മാരുടെ അഭിപ്രായപ്പെടുക. അദ്ദേഹത്തിന് 9 വയസ്സ് പ്രായമായിരുന്നപ്പോൾ അമ്മ മരിച്ചുപോയി. അദ്ദേഹത്തിൻ്റെ പിതാവ് പോളണ്ടിലെ ഏറ്റവും പ്രസിദ്ധമായ മരിയ സാങ്ച്വറി ചെസസോവ, അവിടെ ആ സാങ്ച്വറിയിൽ കൊണ്ടുപോയി മാതാവിൻ്റെ ആയിട്ട് മകനെ പ്രതിഷ്ഠിച്ചു. മകനോട് പറഞ്ഞ് ജോൺ അദ്ദേഹത്തോട് പറയുണ്ടായി, വോയ്റ്റിവയോട് പറയുണ്ടായി, ഇതാ നിൻ്റെ അമ്മ. അന്ന് മുതൽ അദ്ദേഹത്തിന് പ്രത്യേക മരിയഭക്തി ഉണ്ടായതായിട്ടാണ് കരുതപ്പെടുക. അതുപോലെ തന്നെ പോളിഷ് ജനത വലിയ മരിയഭക്തരാണ്. അവർക്ക് പല പ്രതിസന്ധി കാലഘട്ടങ്ങളിലും മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം വഴി അവരുടെ ആ പ്രതിസന്ധികളെ തരണം ചെയ്യുമെന്നാണ് അവർ വിശ്വസിക്കുക. പ്രത്യേകിച്ചും ടർക്കീസ് ആക്രമണ സമയത്ത് ലെപ്പാന്തോ യുദ്ധം മാതാവിൻ്റെ പ്രത്യേക മാധ്യസ്ഥം വഴി, മാതാവിൻ്റെ ഇടപെടൽ വഴി ആ യുദ്ധം ജയിച്ചു എന്നാണ് യൂറോപ്പ് മുഴുവൻ വിശ്വസിക്കുക, പ്രത്യേകിച്ചും പോളണ്ടുകാർ. പോളിഷ് ജനതയ്ക്ക് എപ്പോഴും വലിയൊരു ഭക്തി മരിയ മാതാവിനോടുണ്ടായിരുന്നു. പിൽക്കാല വിശ്വാസ ജീവിതം കെട്ടിപ്പടുക്കുവാൻ കയ്പും മധുരവുമേറിയ തൻ്റെ കുട്ടിക്കാലാനുഭവങ്ങൾ ജോൺ പോൾ പാപ്പായെ ഏറെ സഹായിച്ചു.
മാർപ്പാപ്പ തൻ്റെ അപ്പസ്തോലിക ആപ്തവാക്യമായി സ്വീകരിച്ചത് തോത്തൂസ് തൂസ് അഥവാ സർവ്വതും നിന്റേത് എന്ന വാചകമാണ്. അതാകട്ടെ വിശുദ്ധ ലൂയിസ് മോൺഫോർട്ട് രചിച്ച പരിശുദ്ധ കന്യകാമറിയത്തോടുള്ള ഒരു പ്രാർത്ഥനയാണ്. അതിപ്രകാരമാണ്: ഞാൻ പൂർണ്ണമായും നിന്റേതാണ്, എനിക്കുള്ള സർവ്വതും നിന്റേതത്രേ, നിന്നെ ഞാൻ എൻ്റെ എല്ലാമായി സ്വീകരിക്കുന്നു. മറിയമേ, നിന്റെ ചിത്തം എനിക്ക് തരണമേ. പരിശുദ്ധ പിതാവ് അദ്ദേഹത്തിൻ്റെ കോട്ട് ഓഫ് ആംസിലെ മാതാവിൻ്റെ പേര് എം എന്നുള്ള ഒരു അടയാളം മാത്രമാണ് അതിൽ രേഖപ്പെടുത്തിയിരിക്കുക. അതിൻ്റെ മോട്ടോ ആയിട്ട് സ്വീകരിച്ച തോത്തൂസ് തൂസ്, മുഴുവൻ നിൻ്റേത്. മാതാവിനായിട്ട് തന്നെ പരിപൂർണമായി പ്രതിഷ്ഠിക്കപ്പെട്ടു. തൻ്റെ പൗരോഹിത്യ ജീവിതവും തൻ്റെ മെത്രാനടുത്ത ജീവിതവും എല്ലാം പ്രതിഷ്ഠിച്ചു. അതുപോലെ തന്നെ മാർപ്പാപ്പായ ശേഷവും മുഴുവൻ മാതാവിനായിട്ട് അദ്ദേഹം തന്നെ സമർപ്പിച്ചു. മാർപ്പാപ്പായുടെ കോട്ട് ഓഫ് ആംസ് ഏറെ വിശേഷപ്പെട്ടതായിരുന്നു. അതിൽ കുറിക്കപ്പെട്ടിരിക്കുന്ന ഇംഗ്ലീഷ് വലിയക്ഷരം എം അദ്ദേഹത്തിൻ്റെ ആഴത്തിലുള്ള മരിയ ഭക്തിയുടെ പ്രഖ്യാപനമായി വിലയിരുത്തപ്പെടുന്നു. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ അപ്പസ്തോലിക പ്രബോധനങ്ങളിലും ചാക്രിക ലേഖനങ്ങളിലും സഭയിലും വ്യക്തിജീവിതത്തിലും പരിശുദ്ധ മാതാവിനോടുള്ള ഭക്തിയും ജപമാലയുടെ പ്രാധാന്യവും അദ്ദേഹം പലപ്പോഴും ഊന്നിപ്പറഞ്ഞിട്ടുണ്ട്. ആയിരത്തി 1987 പ്രസിദ്ധീകരിച്ച റെഡംറ്റോറിസ് മാത്തർ അഥവാ രക്ഷകന്റെ അമ്മ എന്ന ചാക്രിക ലേഖനത്തിൽ മനുഷ്യകുലത്തിൻ്റെ നിത്യമായ മോചനത്തിനുള്ള ദൈവത്തിൻ്റെ പദ്ധതിയിൽ രക്ഷകന്റെ അമ്മയ്ക്കുള്ള കൃത്യമായ സ്ഥാനത്തെപ്പറ്റി പ്രതിപാദിച്ചിട്ടുണ്ട്. 1987 മാർപ്പാപ്പ മാതാവിനെ പറ്റി പ്രത്യേക ചാക്രിക ലേഖനം പുറപ്പെടുവിക്കുകയുണ്ട്. റെഡംറ്റോറിസ് മാത്തർ എന്നാണ് പേര്. രക്ഷകൻ്റെ മാതാവ്, മാതാവിനെ പറ്റി മനോഹരമായത് പ്രതിപാദിച്ചിട്ടുണ്ട്. 2002 റോസറി ഓഫ് വെർജിൻ മേരി എന്ന അപ്പസ്തോലിക ലേഖനത്തിലൂടെ പരിശുദ്ധ പിതാവ് ലൂമിനസ് മിസ്റ്ററീസ്, പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ, പരിശുദ്ധ ജപമാലയോട് കൂട്ടിച്ചേർത്തു. പരിശുദ്ധാവിനെ മാതാവിനുള്ള ഭക്തിയും അതുപോലെ ഗന്ധനമസ്കാരത്തിലുള്ള ഭക്തിയും എല്ലാം പ്രകടിപ്പിക്കുന്നതിനായിട്ടാണല്ലോ അദ്ദേഹം പുതിയ 5 രഹസ്യങ്ങൾ കൂട്ടിച്ചേർത്ത് പ്രകാശത്തിൻ്റെ രഹസ്യങ്ങൾ എല്ലാ വ്യാഴാഴ്ചയും അത് ചെല്ലുന്ന കൂട്ടിച്ചേർത്ത് ഉചിതമായിരിക്കും. അതിൽ ഓരോ സ്ഥലത്ത് അവർ സൗകര്യം പോലെ ഏതെങ്കിലും ഒരു ദിവസം പ്രകാശ രഹസ്യങ്ങൾ ചെല്ലുന്ന ഒന്നായിരിക്കും അദ്ദേഹം സൂചിപ്പിക്കുകയുണ്ടായി. ഈശോയുടെ ജ്ഞാനസ്നാനവും കാനായിലെ കല്യാണ വിരുന്നിലെ അത്ഭുതവും ദൈവരാജ്യ പ്രഘോഷണവും താബോർ മലയിലെ രൂപാന്തരീകരണവും പരിശുദ്ധ കുർബാനയുടെ സ്ഥാപനവുമാണ് പ്രകാശത്തിൻ്റെ 5 രഹസ്യങ്ങൾ. 1981 മെയ് 13 ഫാത്തിമയിലെ ലൂസിയ, ജസീന്ത, ഫ്രാൻസിസ്കോ എന്നീ കുട്ടികൾക്ക് മാതാവ് പ്രത്യക്ഷപ്പെട്ടതിൻ്റെ 64-ാം വാർഷിക ദിനം. വിശുദ്ധ ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പായുടെ ജീവിതത്തിൽ പരിശുദ്ധ മാതാവിനുള്ള കരുതലിൻ്റെയും സംരക്ഷണത്തിൻ്റെയും നേർക്കാഴ്ചയ്ക്ക് അന്നേ ദിവസം സാക്ഷ്യം വഹിച്ചു. മുഹമ്മദ് അലി അഖ എന്ന തുർക്കിഷ് ഭീകരൻ മാർപ്പാപ്പായെ വധിക്കാൻ ശ്രമിച്ചത് ആ ദിവസമായിരുന്നു. അഖ 4 തവണ മാർപ്പാപ്പയ്ക്ക് നേരെ വെടിയുതിർത്തു.
1981 മെയ് 13 സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ ജനങ്ങളുടെ ഇടയിലൂടെ പരിശുദ്ധ കടന്നു പോകുമ്പോൾ ഒരു അസാസിനേഷൻ അറ്റംപ്റ്റ്, അദ്ദേഹത്തെ വധിക്കുന്നതിനായിട്ട് പരിശ്രമം ഉണ്ടാകുന്നത് നമുക്കറിയാം. ആ സമയത്ത് ഞാൻ അവിടെ ആ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൻ്റെ അടുത്തുള്ള ഹാളിൽ പോൾ ദ സിക്സ്ത് മാർപ്പാപ്പയുടെ പേരിലുള്ള ആ ഹാളിൽ ഒരു കോൺഫറൻസ് സംബന്ധിക്കുകയായിരുന്നു. വൊക്കേഷൻ പ്രൊമോഷൻ സംബന്ധിച്ച കോൺഫറൻസിൽ. ആ കോൺഫറൻസിന് ഇടയ്ക്ക് ഞങ്ങൾക്ക് വിവരം കിട്ടി മാർപ്പാപ്പയുടെ മേലിൽ അറ്റംപ്റ്റ് ഉണ്ടായി, വളരെ സീരിയസ് ആണ്, അതിൽ നിന്ന് രക്ഷപ്പെടുവാൻ സാധ്യതയില്ല എന്നുള്ള തരത്തിലുള്ള വലിയ സങ്കടകരമായൊരു വാർത്തയാണ് ഞങ്ങൾക്ക് ലഭിച്ചത്. ഞങ്ങൾ ആ സമയത്തും എല്ലാവരും ഒരുമിച്ച് കൂടി പ്രാർത്ഥിച്ചു, കൊന്തനമസ്കാരം ചൊല്ലി. ശേഷം ഞങ്ങൾ തിരിച്ചു വരുമ്പോൾ ഞാൻ സെൻറ്റ് പീറ്റേഴ്സ് സ്ക്വയറിൽ കൂടിയാണ് കടന്നു പോവുക. ദുഃഖകരമായൊരു കാഴ്ചയായിരുന്നു. അദ്ദേഹത്തെ വെടിവെച്ച സ്ഥലത്ത് മാതാവിൻ്റെ രൂപം വെച്ചിരുന്നു. കുറേ പൂക്കളും, ശ്മശാന മൂകത, എല്ലാവരും നിശബ്ദരായി കടന്നു പോകും, വേദനയോടും എല്ലാവരും കടന്നു പോകുന്നു. പിറ്റേ ദിവസം ഞങ്ങൾക്ക് മനസ്സിലായി മാർപ്പാപ്പയ്ക്ക് അപകടത്തിൽ നിന്നും രക്ഷപ്പെടുന്നു. മാർപ്പാപ്പയ്ക്ക് ഒരുപക്ഷെ വലിയ ബുദ്ധിമുട്ടൊന്നും കൂടാതെ ജീവിതത്തിലേക്ക് അദ്ദേഹത്തിൻ്റെ ആരോഗ്യം തിരിച്ചു കിട്ടുമെന്ന് ഞങ്ങൾ വിശ്വസിച്ചു. ആക്രമണത്തിൽ ഗുരുതരമായി പരിക്കേറ്റ മാർപ്പാപ്പ പിന്നീട് ലോകത്തോടായി പറഞ്ഞു, എൻ്റെ സഹോദരൻ അക്കയ്ക്കായി പ്രാർത്ഥിക്കുക. ഞാൻ അവനോട് ആത്മാർത്ഥമായി ക്ഷമിച്ചിരിക്കുന്നു. സുഖം പ്രാപിച്ച ശേഷം മാർപ്പാപ്പ ഈ ഘാതകനെ കാണുവാൻ ജയിലിൽ പോയി. അപ്പോൾ അദ്ദേഹത്തോട് ഘാതകൻ പറഞ്ഞു, ഞാൻ ഒരിക്കലും എൻ്റെ വെടി പെശകാൻ കാര്യമില്ല, എന്ത് സംഭവിച്ചെന്ന് എനിക്കറിയത്തില്ല, വളരെ ഷാർപ്പ് ഷൂട്ടറായിരുന്നു ഞാൻ എന്ന് അദ്ദേഹം പറഞ്ഞു. മാർപ്പാപ്പ പറഞ്ഞു, നീ തിരഞ്ഞെടുത്ത ദിവസം തെറ്റിപ്പോയി. മെയ് 13 മാതാവ് ഫാത്തിമയിലെ പ്രത്യക്ഷപ്പെട്ടത്. ആ ദിവസം തന്നെയാണ് മാർപ്പാപ്പയെ വെടിവെച്ചതും. മാർപ്പാപ്പ വിശ്വസിക്കുന്നത് മാതാവിൻ്റെ പ്രത്യേക സംരക്ഷണം വഴിയായിട്ട് ലക്ഷ്യത്തിൽ വെടിയുണ്ട ചെന്നെത്തിയില്ല എന്നുള്ളതാണ്. വലിയൊരു മിറക്കിൾ തന്നെയായിട്ട് അന്ന് സംഭവിച്ചതായിട്ട് എല്ലാവരും വിശ്വസിക്കുന്നത്. എന്തുകൊണ്ട് ഇത്ര വലിയൊരു ഘാതകൻ്റെ വെടിയിൽ നിന്നും മാർപ്പാപ്പ രക്ഷപ്പെട്ടു? മാർപ്പാപ്പ അതിനുശേഷം ആ വെടിയുണ്ട എടുത്ത് ഫാത്തിമയിൽ പോയി മാതാവിൻ്റെ കിരീടത്തിൽ വയ്ക്കുകയും ചെയ്തു. വിശുദ്ധിയിൽ വളരുവാനും ദൈവത്തെ പ്രീതിപ്പെടുത്തുവാനും നിത്യരക്ഷയെ കരസ്ഥമാക്കുവാനും ഇതിലും മികച്ച മറ്റൊരു മാർഗമില്ല, പരിശുദ്ധ മാതാവിനോടുള്ള യഥാർത്ഥ ഭക്തിയല്ലാതെ. ഞാൻ പരിശുദ്ധനെ സന്ദർശിച്ച അവസരങ്ങളിലൊക്കെ പ്രത്യേകം ഞങ്ങൾക്ക് സമ്മാനമായിട്ട് തരുന്ന ഓരോ കൊന്തയായിരുന്നു. മെത്രാന്മാർക്ക് 4-5 കൊന്ത തരുമായിരുന്നു. അവിടെ അവളുടെ വൈദികർക്ക് കൊടുക്കുന്നതിനായിട്ടൊക്കെ എല്ലാവർക്കും എല്ലാ ദിവസവും കുർബാനയിൽ സംബന്ധിക്കുന്നവരെ അവരെല്ലാം ഓരോ കൊന്ത കൊടുത്തിരുന്നു. അവർ പ്രത്യേകം കൊന്ത നമസ്കാരം ചെല്ലുക, മാതാവിനോട് പ്രത്യേകം പ്രാർത്ഥിക്കുക. അദ്ദേഹത്തിൻ്റെ വലിയൊരു ബോധ്യമായിരുന്നു മാതാവിൻ്റെ മധ്യസ്ഥത്തിലൂടെയാണ് ഇന്നത്തെ പ്രശ്നങ്ങൾക്ക് പലതിനും പരിഹാരം കണ്ടെത്തുവാൻ സാധിക്കുക എന്നത്. കാരണം അദ്ദേഹം ബാല്യപ്രായത്തിൽ നിന്ന് തന്നെ പരിശീലിച്ച ഒരു ഭക്തിയായിരുന്നു മാതാവിനുള്ള പ്രത്യേക ഭക്തി. പല പ്രശ്നങ്ങൾക്കും ഒരു പരിഹാരം കണ്ടെത്തുവാനാണ് അദ്ദേഹം എന്നും മാതാവിനകത്ത് ആ പ്രശ്നങ്ങളെല്ലാം മാതാവിന് മുമ്പിൽ അവതരിപ്പിക്കുമായിരുന്നു. ഞങ്ങളൊക്കെ പലപ്പോഴും പരിശുദ്ധാവിൽ നിന്ന് പഠിച്ച ഒരു കാര്യം, മനസ്സിലാക്കാൻ ഞങ്ങൾക്ക് സാധിച്ച കാര്യം, പരിശുദ്ധാവിൻ്റെ പ്രവർത്തനങ്ങളെല്ലാം വിജയം അദ്ദേഹത്തിൻ്റെ ഭക്തിയായിരുന്നു. മാതാവിനുള്ള ഭക്തി, മാതാവിനെ തന്നെ കൈപിടിച്ച് നടത്തുമെന്നുള്ള ഒരു ബോധ്യം പരിശുദ്ധാവിനുണ്ടായിരുന്നു. എന്തുകൊണ്ടാണ് കത്തോലിക്കരുടെ മാതൃഭക്തി ഇത്രമാത്രം ശക്തമായിട്ടുള്ളത് എന്ന് ചോദിച്ചാൽ ഒരു ഉത്തരമാണ് ലഭിക്കുക. ഈശോയുടെ അവസാനത്തെ ഏറ്റവും വലിയ ദാനമാണ് അവിടുത്തെ അമ്മ. കുരിശിൽ മരിക്കുന്ന അവസരത്തിൽ അവസാനമായി പറഞ്ഞ വാക്കുകൾ യോഹന്നാനെ നോക്കിക്കൊണ്ട് പറഞ്ഞു, ഇതാ നിൻ്റെ അമ്മ. തൻ്റെ അമ്മയെ നോക്കിക്കൊണ്ട് പറ, ഇതാ നിൻ്റെ മകൻ.
യോഹന്നാൻ നമ്മെ എല്ലാം പ്രതിനിധീകരിക്കുകയായിരുന്നു കുരിശിൻ ചുവട്ടിൽ. അമ്മയ്ക്ക് സഭയെ മുഴുവൻ അവസരത്തിൽ മാതാവിന് സമർപ്പിക്കുകയായിരുന്നു ഈശോ. ആ മാതാവിന് ഒരു കുടുംബത്തിൽ എത്രമാത്രം ഒരു അമ്മയ്ക്ക് പ്രാധാന്യമുണ്ടോ, അതുപോലെ തന്നെ സഭയിലും അമ്മയ്ക്കുള്ള പ്രാധാന്യമാണ് ഇവിടെ മാതാവ് പരിശുദ്ധ പ്രത്യേകം സൂചിപ്പിക്കുക. കുടുംബത്തിന് എപ്പോഴും പ്രകാശം നൽകുന്ന അമ്മയാണല്ലോ, കുഞ്ഞുങ്ങൾക്ക് സംരക്ഷകയായി നിൽക്കുന്ന അമ്മയാണ്. ഇതുപോലെ തന്നെ ഈ ലോകത്തിലും സംരക്ഷകയായി മാധ്യസ്ഥം വഹിക്കുന്ന വ്യക്തിയാണ് പരിശുദ്ധ കന്യാമറിയം എന്നുള്ള ബോധ്യം പരിശുദ്ധനുണ്ടായിരുന്നു. ജോൺ പോൾ രണ്ടാമൻ മാർപ്പാപ്പ പരമമായ ഈ സത്യം മനസ്സിലാക്കി തൻ്റെ ജീവിതത്തിൽ പ്രാവർത്തികമാക്കുകയും ചെയ്തു. ഒടുവിൽ സ്വർഗീയ വിശുദ്ധരുടെ നിരയിലേക്ക് ഉയർത്തപ്പെട്ട അദ്ദേഹം അത് തെളിയിക്കുകയും ചെയ്തു.